വയനാട് മാനന്തവാടിയിലെ പ്രസിദ്ധമായ അമലോത്ഭവമാതാ തീർത്ഥാടന കേന്ദ്രത്തിന്റെ പുനഃപ്രതിഷ്ഠാ കർമ്മവും ആശീർവാദവും ഇന്ന് നടന്നു. കോഴിക്കോട് രൂപതാ മെത്രാൻ അഭിവന്ദ്യ വർഗീസ് ചക്കാലക്കൽ പിതാവാണ് ആശീർവാദ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. 177ഓളം വർഷങ്ങളുടെ വിശ്വാസ പാരമ്പര്യമുള്ള ദേവാലയമാണ് മാനന്തവാടിയിലെ അമലോത്ഭവമാതാ തീർത്ഥാടന കേന്ദ്രം. 1847 ഫ്രഞ്ച് മിഷണറിമാരാൽ സ്ഥാപിതമായ വയനാട്ടിലെ രണ്ടാമത്തെ ദേവാലയമാണിത്. മനോഹരമായ ഗോഥിക് വാസ്തുശില്പ മാതൃകയിലാണ് ദേവാലയം പുനർനിർമ്മാണം ചെയ്തിരിക്കുന്നത്. ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ നാമധേയത്തിൽ സ്ഥാപിതമായ ദേവാലയത്തിന്റെ പുനഃപ്രതിഷ്ഠാ കർമ്മവും ആശീർവാദ തിരുക്കർമ്മങ്ങളും കോഴിക്കോട് രൂപതാ മെത്രാൻ അഭിവന്ദ്യ വർഗീസ് ചക്കാലക്കൽ പിതാവാണ് നിർവഹിച്ചത്. ധൂപപടലം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയരുമാറാകട്ടെ. ഈ ദൈവാലയം സുഗന്ധപൂരിതമാകും പോലെ അങ്ങേ തിരുസഭ ക്രിസ്തുവിൻ്റെ പരിമളമെങ്ങും പ്രസരിപ്പിക്കുമാറാകട്ടെ. മാനന്തവാടി രൂപതാ മെത്രാൻ റൈറ്റ് റെവറൻ ഡോക്ടർ ജോസ് പൊരുന്നേടം വചന പ്രഘോഷണം നടത്തി. സമാനമായ കൊച്ചു പള്ളിയുടെ 5ാം പതിപ്പാണ് ഇന്ന് നമ്മളിവിടെ ആശീർവദിച്ച് ആരാധനയ്ക്കായിട്ട് തുറക്കുന്നത്. ബത്തേരി രൂപതാ മെത്രാൻ റൈറ്റ് റെവറൻ ഡോക്ടർ ജോസഫ് മാർ തോമസ്, രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെൻസൺ പുത്തൻവീട്ടിൽ, ഫൊറോന വികാരി ഫാദർ അലോഷ്യസ് കുളങ്ങര, ഇടവക വികാരി ഫാദർ വില്യം രാജൻ, സഹവികാരി ഫാദർ റോയ്സൺ ആന്റണി തുടങ്ങിയവരും നിരവധി വൈദികരും സന്യസ്തരുമടക്കം ഒട്ടേറെ പേർ ദിവ്യബലിയിൽ പങ്കുചേർന്നു. ആശീർവാദ തിരുക്കർമ്മങ്ങൾക്ക് മുന്നോടിയായി മാനന്തവാടി ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും അഭിവന്ദ്യ പിതാക്കന്മാർക്കും അതിഥികൾക്കും തീർത്ഥാടകർക്കും സ്വീകരണവും ഒരുക്കിയിരുന്നു. ബാൻഡ് മേളങ്ങളുടെയും മറ്റും അകമ്പടിയോടെ നടന്ന സ്വീകരണ ചടങ്ങ് വർണ്ണാഭമായിരുന്നു. വിദൂരത്തു നിന്നടക്കം നിരവധി ആളുകളാണ് ആശീർവാദ കർമ്മങ്ങളിൽ പങ്കുചേരുന്നതിനായി ദേവാലയത്തിൽ എത്തിച്ചേർന്നത്. പാക്സ് കമ്മ്യൂണിക്കേഷൻസ് മീഡിയ കമ്മീഷൻ കോഴിക്കോട് രൂപത.